മത്സരങ്ങളിൽ നിന്നും 6 വിജയം. ഒരു മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയായിരുന്നു, മഴ മൂലം നഷ്ടപ്പെട്ടു പോയി. അല്ലായിരുന്നെങ്കിൽ 7 മത്സരത്തിൽ നിന്നും 7 വിജയവുമായിട്ട് ഇതുവരെ IPL ചരിത്രത്തിൽ കാണാൻ കഴിയാത്തൊരു കുതിപ്പുമായി പഞ്ചാബ് കിങ്സ് മുന്നോട്ട് പോയേനെ. പക്ഷേ അത് കഴിഞ്ഞുള്ള 3 മത്സരങ്ങൾ, പഞ്ചാബ് കിങ്സിന്റെ അടിവേരിളക്കിയ 3 മത്സരങ്ങൾ. കഴിഞ്ഞ ദിവസം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 33 റൺസിനും കൂടി പരാജയപ്പെടുമ്പോഴേക്കും ശ്രേയസ് അയ്യറിന്റെയും ടീമിന്റെയും മുഖത്ത് നിരാശ മാത്രം നിറഞ്ഞു നിൽക്കുന്നു. ശ്രേയസ് അയ്യർ ആസ് എ ബാറ്ററിന് തിളങ്ങാൻ കഴിയുന്നില്ല. അതിന് മുന്നത്തെ 3 മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ പോലും ടോപ്പ് 3 ബാറ്റർമാർക്ക് 20 പോലും കടക്കാൻ കഴിയുന്നില്ല. പഞ്ചാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രൻ സിംഗും ശ്രേയസ് അയ്യറും എന്ന് തുടങ്ങിയ ആ 3 പേരാണ്. അവിടെ നിന്നുകൊണ്ടും അവർക്ക് 3 പേർക്കും തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പഞ്ചാബ് ആർ ഡൺ ആൻഡ് ഡസ്റ്റഡ് എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ കൂപ്പർ കൊണോലി സെഞ്ചുറിയൊക്കെ അടിച്ചു നിന്നെങ്കിൽ പോലും ഒരു സപ്പോർട്ട് പഞ്ചാബിന്റെ ഭാഗത്തു നിന്നും ബാറ്റർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. തുടർച്ചയായ ഫീൽഡിംഗ് പിശകുകൾ പഞ്ചാബിനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. ശശാങ്ക് സിംഗ് ഒരു മത്സരത്തിൽ 3 ക്യാച്ച് ഡ്രോപ്പ് ചെയ്യും, അടുത്ത മത്സരത്തിൽ 2 ക്യാച്ച് ഡ്രോപ്പ് ചെയ്യും. കഴിഞ്ഞ ദിവസം യുസ്വേന്ദ്ര ചഹലിന്റെ ഒരു അവസരം, ഹെൻഡ്രിക്സ് ക്ലാസിന് പുറത്താക്കാൻ കഴിയുന്ന അവസരവും ശശാങ്ക് സിംഗ് ഡ്രോപ്പ് ചെയ്തു. ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇഫ് യു ഡു നോട്ട് ടേക്ക് യുവർ ചാൻസസ് ദെൻ യു ലൂസ് ദ ഗെയിം എന്ന് കമന്റേറ്റേഴ്സ് പറയാറുള്ളത് പോലെ തന്നെ ആ അവസ്ഥയിലൂടെയാണ് പഞ്ചാബ് കിങ്സ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പഞ്ചാബ് കിങ്സിന് 3 തോൽവികൾ അടുപ്പിച്ച് സംഭവിച്ചെങ്കിൽ പോലും പോയിന്റ് ടേബിളിൽ അവർ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബിനെ തോൽപ്പിച്ചതോടുകൂടി 3ാം സ്ഥാനത്ത് നിന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് 1ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ പോയിന്റ് ടേബിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സൺറൈസേഴ്സ് 11 മത്സരങ്ങൾ കളിച്ച് 7 ജയവും 4 തോൽവിയുമായി 1ാം സ്ഥാനത്ത് 14 പോയിന്റുകളോടെ നിൽക്കുകയും ചെയ്യുന്നു. പഞ്ചാബ് കിങ്സ് 10 മത്സരങ്ങൾ കളിച്ച് 6 ജയം 3 തോൽവി 1 വാഷൗട്ട് എന്നുള്ള രീതിയിൽ 13 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നു. നമ്മളിപ്പോൾ നോക്കിയാൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് മുംബൈ ഇന്ത്യൻസും 10 കളിയിൽ നിന്ന് 3 ജയം 7 തോൽവിയുമായിട്ട് 6 പോയിന്റോടെ നിൽക്കുന്നു. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കഴിഞ്ഞ മത്സരം ഹാർദിക് പാണ്ഡ്യ ഇറങ്ങാത്തതും കൗതുകകരമായ കാഴ്ചയായി. മുംബൈ ഇന്ത്യൻസിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിൽക്കുന്നു. മാനേജ്മെന്റ്, ഓണർ, ക്യാപ്റ്റൻ തമ്മിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഒതുങ്ങാതെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. പക്ഷേ മുംബൈ ഇന്ത്യൻസിന് ഇനിയും ക്വാളിഫൈ ചെയ്യാം കേട്ടോ. 4 മത്സരങ്ങൾ ഇനിയും മുംബൈക്കുണ്ട്. അത് 4 ജയിച്ചു കഴിഞ്ഞാൽ 7 പോയിന്റിലേക്ക് നിൽക്കും. പക്ഷേ മുംബൈ ജയിച്ചാൽ മാത്രം പോരാ, മുംബൈക്കുള്ളിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ ഉപരി മറ്റു ടീമുകളുടെ ജയപരാജയങ്ങളും കൂടി ബാധിക്കുകയും ചെയ്യുമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ LSG ഏറ്റവും ലാസ്റ്റ് നിൽക്കുകയാണ്. LSG പുറത്തായിരിക്കുന്നു. 9 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 7 തോൽവിയുമായിട്ട് നിൽക്കുകയാണ്. LSGയുടെ കാര്യം ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് എന്ന് വേണം തന്നെ പറയാൻ. ഈ ഒരു സാഹചര്യത്തിൽ മുംബൈ ഇന്ത്യൻസിന് കംബാക്ക് നടത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്നു. പക്ഷേ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് മാച്ച് മത്സരത്തെ പ്രസന്റേഷനിൽ ഉൾപ്പെടെ ശ്രേയസ് അയ്യർ പറഞ്ഞ വാചകം സൺറൈസേഴ്സ് ഹൈദരാബാദ് കാണിച്ചു തന്നു എങ്ങനെ ജയിക്കണം എന്നുള്ളതെന്നാണ് ശ്രേയസ് പറഞ്ഞത്. അത് വലിയൊരു ക്യാപ്റ്റൻസ് നോട്ട് പോലെ തന്നെ കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ 3 മത്സരങ്ങളായിട്ട് ഇങ്ങനെ തുടർച്ചയായ പരാജയങ്ങൾ. പക്ഷേ ഒരു ഡ്രീം റണ്ണാണ് പഞ്ചാബിന് തുടക്കത്തിൽ കിട്ടിയത്. എവിടെയാണ് ബൗളിംഗ് പിശകുകൾ സംഭവിക്കുന്നത്? അർഷ്ദീപ് സിംഗിന്റെ എക്കോണമി ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഓവർസീസിൻ്റെ ഒരു ലൈനപ്പോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സിൻ്റെ കുറവോ പഞ്ചാബിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ ആദ്യത്തെ 7 മത്സരങ്ങൾ എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ള സ്വാഭാവികമായ ചോദ്യം കൂടി അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ 7 മത്സരങ്ങളുടെ വിജയം, ഒരു അപരാജിത മുന്നേറ്റം പഞ്ചാബ് കിങ്സിന് ഒരു ഹെഡ് വെയിറ്റ് കൊടുത്തിട്ടുണ്ടോ? അതാണോ ഈ 3 മത്സരങ്ങളുടെ പരാജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതെന്നുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ കംബാക്ക് നടത്തും ശ്രേയസ് അയ്യർ എന്നുള്ള നിർണായകമായ ചോദ്യം. ആ കംബാക്ക് നടത്തണമെങ്കിൽ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ബൗളിങ്ങിനൊക്കെ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ പവർ ഗൺസ് എന്ന് പറയുന്നത് ടോപ്പ് 3, ആ ടോപ്പ് 3 തിളങ്ങണം. അത് മാത്രമേ ഉള്ളൂ പഞ്ചാബിന് സൊല്യൂഷൻ. അല്ല വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. ആ ടോപ്പ് 3 തിളങ്ങിയാൽ മാത്രം പഞ്ചാബിന് ഒരു വലിയ മുന്നേറ്റം സാധ്യമാവുകയുള്ളൂ എന്നതും വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സഞ്ജു സാംസൺ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്. സഞ്ജു കാരണമാണ് CSK ജയിച്ചതെന്ന് രവിചന്ദ്രൻ അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് തന്നെയാണ് ഏറ്റവും നിർണായകമായി മാറുക. സഞ്ജു എവിടെയൊക്കെ കളിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ചെന്നൈ ജയിച്ചിട്ടുണ്ട്. അതേപോലെ പഞ്ചാബിനും അവരുടെ ടോപ്പ് 3 എങ്ങനെ കളിക്കുന്നു അത് ഡിസൈഡ് ചെയ്യും എങ്ങനെ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത്. സോ അത്രേ ഉള്ളൂ കാര്യം. പഞ്ചാബിന് തിരികെ വരണമെങ്കിൽ ടോപ്പ് 3 തിളങ്ങണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.